തെക്കേപ്പാടത്ത് സുരേന്ദ്രൻ, ഗോപൻ. ചളകി പോകും കേട്ടോ. ഇവിടെ മന്മത തന്റെ ഏരിയയിലത്തെ ലെറ്ററൊക്കെ എന്തിനാണ് എന്റെ സെഞ്ചിൽ കൊണ്ട് വെക്കണേ? ഇയാളെല്ലാം കൂടെ വാരി എടുത്തോണ്ട് പോയിട്ട് ഞാനാ കുറ്റക്കാരൻ. എന്ത് ഞാൻ വാരി എടുത്തോണ്ട് വിടും? വായിക്കാറില്ലെങ്കിൽ അത് പറയും. എന്റെ മാഡം 10-20 കൊല്ലാട്ട് ഇയാൾ ഇവിടെ ജോലിയാണ്. ഇപ്പോഴും ഇയാൾക്ക് മലയാളം നേരെ വായിക്കാൻ അറിയില്ല, മാത്രമല്ല കണ്ണും കാണിയാണ്. അതെ, അത് വെറുതെ ഇല്ലാത്ത പറയരുത് കേട്ടോ. പിന്നെ താൻ ഇതെന്തിനാണ് ഷോക്ക് വെച്ചേക്കണതാണ്? അതെ, നിങ്ങൾ ഇങ്ങനെ കുട്ടികളെ പോലെ തുടങ്ങിയ കഷ്ടാണ് നാട്ടുകാരെ കൊണ്ട് പറയിക്കാൻ വേണ്ടിട്ട്. മാഡം, ഇയാളുടെ കഥകൾ അറിയണമെങ്കിൽ നമ്മുടെ പഴയ പോസ്റ്റ് മാസ്റ്റർ ഉണ്ടല്ലോ സത്യശീലൻ സാറ്, ഇപ്പോഴത്തെ നമ്മുടെ സൂപ്പറുണ്ട്, സാറിനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. പറഞ്ഞുതരും, സാറോട് ചോദിച്ചാൽ മതി. മാഡം ഒന്ന് സൂക്ഷിക്കണമല്ല. ഇപ്പൊ ഒന്ന് മിണ്ടാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നമസ്കാരം സാർ. നമസ്കാരം നമസ്കാരം നമസ്കാരം. അയ്യോ, സാറിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ആ പഴയ ശീലം എപ്പോഴും നിർത്തിയിട്ടില്ല. ഈ അലപ്പ് അല്ല, അതെവിടെ നിർത്താനാ? ചൊട്ടയിലെ ശീലം ചുടല വരേതാണല്ലോ സാറേ. ഞങ്ങൾക്ക് അതില്ലേ അന്നത്തെ ദിവസം ജോലി ചെയ്യാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. ശീലിച്ചു പോയില്ലേ സാറേ? നാണം വേണോ? നാണം അതില്ലെങ്കിൽ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അല്ല, ഇത് വെപ്പാണോ വരയാണോ? ഇത് ഒറിജിനലാണ് സാറേ. ആണോ? അയ്യോ, ഒരുപാട് കഷ്ടപ്പെട്ട് കാണും. ഓ, പരമസുഖം. കുട്ടികൾ 2 പേര്, ഒരു മോനും ഒരു മോളും. അവിടെ നിൽക്കട്ടെ. തനിക്ക് കുട്ടികളായില്ലേ? കല്യാണം കഴിച്ചിട്ടില്ല സാറേ. വീണ്ടും പഴയ പണി തന്നെ. നടക്കട്ടെ നടക്കട്ടെ. അയ്യോ വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം. നിങ്ങൾക്ക് എഴുന്നേക്കണമെങ്കിൽ ഞാൻ എഴുന്നേറ്റ് തരണ്ടേ? അതുകൊണ്ട് ഇരുന്നു. എന്ത് പറയുന്നു? സുഖം. ഞാൻ കത്ത് കൊടുക്കാം. അയ്യോ, ഇപ്പൊ കത്തൊക്കെ കൊടുക്കാൻ തുടങ്ങിയോ? വെയിലാണ്, വെയില്. ഹസ്ബൻഡിനൊക്കെ സുഖം? അയ്യോ, കല്യാണം കഴിച്ചില്ല സാർ. കല്യാണം കഴിച്ചില്ലേ? എന്നാ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം. ഇവിടെ ചില പ്രശ്നക്കാരൊക്കെ ഉണ്ട്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. വളരെ നല്ല രീതിയിൽ നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണിത്. നിങ്ങളായിട്ട് ഇത് നശിപ്പിക്കരുത്. നിങ്ങളുടെ പെർഫോമൻസ് വളരെ വീക്കാണ്. സാറെന്താ ഇങ്ങനെ പറയണേ? സുകന്യാ സമൃദ്ധി പദ്ധതിയുടെ ടാർഗറ്റിന്റെ 4-1 പോലും നിങ്ങൾ എത്തിയിട്ടില്ല. സാർ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത്, ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ജനോപകാരപ്രദമായിട്ടുള്ള പല പദ്ധതികളും നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ പിടിപ്പുകേട് കൊണ്ടാണ് ജനങ്ങളിലേക്ക് എത്താത്തത്. ആ സ്ഥിതി മാറണം. ഞാൻ സൂപ്രണ്ടായിരിക്കുന്നിടത്തോളം കാലം അത് നടക്കില്ല. മന്മത. അപ്പൊ എല്ലാവരും കൂടെ കൂടി ചേർന്ന് ആ സ്ഥിതിയൊക്കെ ഒന്ന് മാറ്റണം. എന്തോ കാര്യങ്ങൾ നടക്കണ്ടേ? എൻ്റെ പേര് നിഷാദ് കോയ എന്നാണ്. എൻ്റെ ഫാദർ കോയ. ഇവിടെ ഈ കിസാൻ വികാസ് പത്രം എന്ന് പറഞ്ഞൊരു പദ്ധതിയിൽ ഫാദർ കുറച്ച് പൈസ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഇവിടുത്തെ എന്തോ ഒരു മിസ്റ്റേക്ക് കാരണം പിന്നെ കാലാവധി തികഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ വാപ്പ കുറേ നാൾ ഇതിൻ്റെ പുറകിൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നതാണ്. പിന്നെ അത് ഇപ്പോൾ വിധിയായിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഒരു കോയ. കോയ എൻ്റെ ഫാദറാണ്. അതെ, ഇല്ലീഗൽ കോയ. ഇല്ലീഗൽ കോയ. സ്വാതന്ത്ര്യ സമര സേനാനി. അതെന്റെ ഉപ്പൂപ്പ. അത് ഉപ്പൂപ്പ. നിങ്ങൾ കോയാണ്? ഞാൻ കോയ. അല്ല, എന്റെ പേര് നിഷാദ്. നിഷാദ്. ഇയാളുടെ വാപ്പ കോയ. ഞാൻ പോസ്റ്റ് മാഷായിരിക്കുന്ന സമയത്ത് ഈ കിസാൻ വികാസ് പത്രയിൽ പൈസ നിക്ഷേപിച്ചു. ഇയാള് 5 വർഷം കഴിഞ്ഞിട്ട് പൈസ പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നു. പക്ഷേ നമ്മുടെ കാലാവധി 8 വർഷവും 4 മാസമാണല്ലോ. ഇയാളുടെ പാസ്ബുക്കിൽ 5 വർഷം കഴിഞ്ഞാൽ കാലാവധി തീരുന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊരു ക്ലറിക്കൽ മിസ്റ്റേക്കാണ്. കോയക്ക് പൈസ വേണം, നമ്മൾ പൈസ കൊടുക്കൂല. ഇയാൾ നേരെ ജില്ലാ ഉപഭോക്തൃ ഫോറത്തിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു. കേസ് ഇയാൾക്ക് അനുകൂലമായിട്ട് വരികയും ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നേരെ സംസ്ഥാന ഫോറത്തിൽ അപ്പീൽ കൊടുത്തു. അവിടെ നമ്മൾ തോറ്റു. അപ്പോൾ നമ്മൾ ദേശീയ ഉപഭോക്തൃ ഫോറത്തിൽ അപ്പീൽ കൊടുത്തു. അവിടെയും നമ്മൾ തോറ്റു. അവസാനം സുപ്രീം കോടതി വരെ പോയി. അവിടെയും നമ്മൾ തോറ്റു. ഇപ്പോൾ ഇയാൾക്ക് അനുകൂലമായിട്ട് വിധി വന്നിരിക്കുക. എന്താ ചെയ്യാ? വാപ്പ എന്ത് പറയണോ? വാപ്പൊന്നും പറയാൻ പറ്റിയൊരു അവസ്ഥയിലല്ല. അയ്യോ, കിടപ്പിലായോ? വാപ്പ ഞങ്ങളുടെ കേസ് വിധിയായതിനു ശേഷം പിറ്റേ ദിവസം വാപ്പ മരിച്ചു. മരിച്ചോ? കുറെ നടന്നാണ് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട്. വയ്യാതായി. നല്ല മനുഷ്യനായിരുന്നു. വയസ്സായാലും എന്തായിരുന്നു ആ ചൊറുചൊറുക്ക് എന്നറിയോ?